കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഈ മരണം ആസ്വദിക്കുന്നതായ മനുഷ്യന്മാരെല്ലാം ഇവിടെ മരിക്കുക എന്നതല്ല പ്രശ്നം. പക്ഷേ പ്രശ്നം ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു, പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതല്ല, ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജീവനമുണ്ട്. അത് മുസ്ലിംകളുടെ വിശ്വാസമാണ്. അത് ഷിട്ടാവ് പഠിപ്പിച്ചതാണ്. നമ്മളെ ഷിട്ടിച്ച രക്ഷിതാവ് അതിനു വേണ്ടി പ്ലാൻ ഇട്ടിട്ടാണ് ഈ ചെയ്യുന്നതൊക്കെ. അള്ളാഹുവിന്റെ തസ്തീത്താണ് ഇവിടെ നടക്കുന്നത്. അതിന് ഒരു ലെവലേശം തെറ്റുന്നതല്ല അള്ളാഹുവിന്റെ പ്ലാനിങ് പരിപാടി. ആ പ്ലാനിങ്ങിൽ പെട്ടതാണ് നാം എല്ലാവരും വീണ്ടും ജീവിക്കണം എന്നത്. നമ്മൾ അള്ളാഹു ജീവിപ്പിക്കും. അപ്പോഴോ ആ ജീവിച്ചു കഴിഞ്ഞാലോ അവിടെ എല്ലാവർക്കും നമ്മുടെ ഇഷ്ടാനുസരണം വേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു കഴിവുമില്ല. അപ്പോഴോ ആ കഴിവുണ്ടാക്കാൻ ഇവിടെ നിന്ന് ഒരുങ്ങണം. ഒരുങ്ങിയില്ലെങ്കിലോ ഇവിടെ മരിക്കുന്നവന്റെ സ്ഥിതി ഖുർആൻ പറയുന്നു, ഒന്നിരിക്കലോ കാഫറായിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിട്ട്. ഒന്നിരിക്കലോ കാഫറായിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിട്ട്. കാഫറായിട്ട് മരിച്ചാൽ നരകത്തിൽ പോകൽ നിർബന്ധമാണ്. മുർത്തദായിട്ട് മരിച്ചാലോ അവൻ നരകത്തിലാണ്. ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. ആരെങ്കിലും ഇവിടെ നിന്ന് മുസ്ലിമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന് നരകീയ ജീവിതം നയിക്കേണ്ടി വരും, സംശയമേ ഇല്ല. മൻ മാത വഹുവ യുശ്രികു ബില്ലാഹ് ഫഹുവ ഫിന്നാർ. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ശക്തികളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അയ്യപ്പ ശരണ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവേ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മൊയ്തീശയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോഴോ ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ, ശിർക്ക് വെക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലുമാണ്. പ്രശ്നം ഇതാണ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് മുക്തനാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാനുള്ള ചാൻസ് ലഭിക്കുകയും ചെയ്താൽ അവൻ വിജയിച്ചു പോയി. നിങ്ങൾ ഈ ജീവിക്കുന്ന നശ്വര ലോകമുണ്ടല്ലോ, ഇത് വഞ്ചനയുടെ ലോകമാണ് കൂട്ടരെ. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ ബുദ്ധിജീവികളായിട്ട് ജീവിക്കണം. റസൂൽ പറയുന്നു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിജീവികൾ ആരാണ്? സ്വന്തം ശരീരത്തെ വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കുന്നവനാണ്. ദൈനംദിനം ഓരോ ദിവസത്തിലും വിചാരണ നടത്തുക. ഞാൻ എന്ത് കാട്ടി, ഞാൻ എന്ത് ചെയ്തു? ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ക്യാമ്പുകളോ അല്ലെങ്കിൽ സമ്മേളനങ്ങളോ നടക്കുന്ന വേളയിൽ പെട്ടെന്ന് ദീനിക ബോധമുണ്ടായിട്ട് തൗബ ചെയ്യുന്ന ഗതികേടാണ് പലർക്കും ഉണ്ടാവാറുള്ളത്. 30-കാരന്, 40-കാരന്, 50-കാരന്, 60-കാരന് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒന്നിരിക്കലും റിമോട്ട് കൺട്രോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ, ഇത് രണ്ടുമായി കറങ്ങലാണ്. റിമോട്ട് കൺട്രോളോ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിമോട്ട് കൺട്രോള്, ഏത് ചാനൽ നോക്കണമെന്നറിയാതെ അങ്ങനെ ഭൗതികമായ വിനോദങ്ങളിൽ മുഴുകി ഡിഷിന്റെ എണ്ണം തന്നെ 11, 21, 31 ഒക്കെയാണ്. ഇത് ദിക്ർ ചെല്ലേണ്ടതായ എണ്ണങ്ങളാണ് ഇപ്പോൾ ഈ ഡിഷിന്റെ എണ്ണങ്ങൾ. വിത്തറാണ് ഡിഷുകൾക്ക്. ഒരു വീട്ടിന്റെ മീതെ എണ്ണി നോക്കിയതാണ് ഞാൻ. 11 എന്താ ഇത് വിത്തർ, എന്താ കൂലി കിട്ടണമെങ്കിൽ ഒറ്റയാക്കണമെന്ന് തോന്നിയത് പറയും പോലെ. അങ്ങനെ വിനോദത്തോട് വിനോദം, കളിയോട് കളിയായിട്ട് ജീവിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരുന്നു, എന്ന ആയത്ത് വിശദീകരിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി എന്താണത്? അൽ കയ്യിസു, ബുദ്ധിജീവി, മൻ ദാന നഫ്സഹ, സ്വശരീരത്തെ വിചാരണ നടത്തുന്നവൻ, അവന്റെ തെറ്റ് ശരിയായ ഭാഗങ്ങളെ പരിശോധിക്കാൻ ദൈനംദിനം. കൊല്ലത്തേക്ക് റംളാനിലേക്ക് നീട്ടിവെക്കലല്ല. ഇപ്പോൾ കണ്ടില്ലേ റംളാനിലേക്ക് നീട്ടിവെച്ചവരുടെ സ്വഭാവം? റംളാൻ അവസാനിച്ച് ശവ്വാൽ ആരംഭിച്ചപ്പോൾ അന്ന് സുബഹി നിസ്കാരത്തിന് മൂപ്പരില്ല, എത്തിയില്ല. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഫോൺ വന്നു. AP മൗലവിയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫോണിൽ ചോദ്യം തന്നെ, സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു, എന്ത് വേണം? അപ്പൊ സുബഹി നിസ്കാരം റംളാൻ കഴിഞ്ഞ 2-ാം ദിവസമാണ് നഷ്ടപ്പെടുന്നത്. തൗബ ചെയ്യണോ മൗലവി എന്നാണ് ചോദ്യം ഫോണിൽ. അപ്പോൾ റമളാൻ മാസം അവസാനിക്കുമ്പോൾ തന്നെ പിന്നെ ആ ട്രെയിനിങ്, ഈ 1 മാസത്തിലൂടെ നേടിയതായ ട്രെയിനിങ് ഉണ്ടല്ലോ, ആ ട്രെയിനിങ്ങിന്റെ ചൂട് നശിച്ചു.
അത്രയാണ് നമുക്ക് എഫക്റ്റ് ഉണ്ടായത് റമദാനിലൂടെ. വാല് കോലിട്ടതുപോലെ കോല് വലിക്കുമ്പോൾ വാല് വളഞ്ഞു നടത്താം, അത് പറ്റൂല. അള്ളാഹുവിന്റെ വേണ്ടതെല്ലാം സാബിത്തായി മുസ്തമിറായി നടക്കണം. യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത്, ഇഖാമത്ത് സ്വലാത്തൊക്കെ പറഞ്ഞപ്പോൾ ദായിമൂൻ ഹാഫിളൂൻ എന്ന ശൈലിയാ പറഞ്ഞത്. എന്നും സ്ഥിരമായി ഇവിടെ നടന്നുകൊണ്ടേയിരിക്കണം എന്നാണ് സ്ഥിരമായി അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കലും ഈ അപകട സാധ്യതയിൽ നിന്നിട്ട് മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കലും ഇജിബാരി നിർബന്ധമായിട്ട് ഓരോ മനുഷ്യനും മരിക്കേണ്ടതുണ്ട് എന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മഷീനാഹ ഖുതൻ കുതിബത് അലൈനാ വമൻ കുതിബത് അലൈഹി ഖുതൻ മശാഹ വമൻ കാനത് മനീയതുഹു ബിഅർളിൻ ഫലൈസ യമൂതു ഫി അർളിൻ സിവാഹ. നാം വരച്ച ലൈനിൽ കൂടിയാണ് നടക്കുന്ന ലൈൻ വരക്കപ്പെട്ട ലൈലാണ്. ആ ലൈനിലൂടെ എല്ലാം നമ്മൾ നടക്കാൻ പറ്റുന്നതല്ല. ഏതൊരു ഭൂമിയിലാണ് അള്ളാഹ് മരിക്കണമെന്ന് തീരുമാനിച്ചത്, ആ ഭൂമിയിലല്ലാതെ വേറെ ഭൂമിയിൽ അവന് മരിക്കാൻ സാധിക്കുന്നതേ അല്ല. ഇതൊക്കെ മുൻ തീരുമാനമെടുത്ത കാര്യമാണ്. അപ്പോൾ നാം വേണ്ടത് എന്താണ്? നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുക. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മരണം പറഞ്ഞപ്പോൾ പറഞ്ഞ ശൈലിയുണ്ട്. എന്ത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാണ് മരണത്തെ സൃഷ്ടിച്ചത്? നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവർ എന്നത്. ഇവിടെ പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട്, നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നമ്മുടെ കുറവ്. ഇത് പലരും ചിന്തിക്കാറില്ല. ഞാൻ കുറെ നിസ്കരിച്ചു കൂട്ടിയില്ലേ, നോമ്പ് പിടിച്ചു കൂട്ടിയില്ലേ എന്നൊക്കെ പലരും പറഞ്ഞേക്കാം. പക്ഷെ നന്നായി നോമ്പ് പിടിച്ചോ, നന്നായി നമസ്കരിച്ചോ, അതാണ് പ്രശ്നം. നന്നായി നമസ്കരിക്കണമെങ്കിൽ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുത്ത് ശരിക്ക് ഫാത്തിഹ ഓതാൻ പഠിക്കണം, നമസ്കരിക്കാൻ പഠിക്കണം, ഖുശൂ പഠിക്കണം, ഭക്തി പഠിക്കണം, ഫർളും ശർത്തും പഠിക്കണം, ഉദു പഠിക്കണം. ഇതെല്ലാം പഠിച്ചിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നന്നായി നോമ്പ് പിടിക്കാനും നന്നായി സക്കാത്ത് കൊടുക്കാനും. അപ്പോൾ ഇവിടെ നന്നായി ചെയ്തവർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. നന്നായി ചെയ്യാത്ത രൂപത്തിൽ എങ്ങനെയെങ്കിലും ആവാമെന്ന് വെച്ചാൽ പ്രതിഫലം ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈമാനും ഇസ്ലാമും പഠിപ്പിക്കാൻ വേണ്ടി, സഹാബാക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ശൈലിയിൽ ഇഹ്സാൻ പഠിപ്പിച്ചു. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുമ്പോൾ എപ്പോഴും ഇപ്പോൾ നമ്മെ അല്ലാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളിലേക്ക് ഇൽമിന്റെ സദസ്സായതുകൊണ്ട് മലക്കുകളെ വർഷിപ്പിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ ഇപ്പോൾ നമ്മളെ വലയം ചെയ്തിട്ടുണ്ട്. വല്ലവർക്കും സംശയമുണ്ടോ? മുസ്ലിം ആണെങ്കിൽ സംശയിക്കാൻ പറ്റൂല. കാരണം റസൂലുള്ളാഹി സന്തോഷവാർത്ത നൽകിയതാണ്. ഏത്? മജ്തമാ ഖൗമുൻ, ഒരു വിഭാഗം എവിടെയെങ്കിലും, ചില സ്ഥലങ്ങളിൽ പള്ളിയെന്നും ചില ഹദീസുകളിൽ പള്ളിയല്ല, മൊത്തത്തിൽ എവിടെയും അള്ളാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ മലക്കുകൾ അവരെ വലയം ചെയ്യുന്നതാണ്. മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹുവിന്റെ അനുഗ്രഹം അവരെ വലയം ചെയ്യും. അപ്പോൾ നന്നായി അമൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് മരിക്കുന്ന വേളയിൽ പ്രയാസമില്ലാതിരിക്കുക. ഞാൻ നേരത്തെ സ്പീഡിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂഫീസത്തിൻ്റെ ഉടമകൾ, അമിത സൂഫീസത്തിൻ്റെ ഉടമകൾ പറയും പോലെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾക്ക് മഹബത്തേ ഉള്ളൂ, അള്ളാനെ ഞങ്ങൾ പേടിക്കൂല, നരകത്തെ ഞങ്ങൾ പേടിക്കൂല, മരണത്തെ ഞങ്ങൾ പേടിക്കൂല. കാരണം ഞങ്ങൾക്ക് സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പിടികൂടി കഴിഞ്ഞു, സ്ഥലം പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്താലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലതല്ലാതെ ചെയ്യുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല എന്ന തത്വമുണ്ട്. ആ തത്വം പേര് നടക്കുന്നവരാണ്, ഖേദകരമെന്ന് പറയട്ടെ, ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിം വേഷധാരികളിലും കാനേഷ്മാരി മുസ്ലിങ്ങളിലും ജനറൽ സർട്ടിഫിക്കറ്റ് മുസൽമാന്മാരിലും ബഹുഭൂരിഭാഗവും ആസൈസ് ചിന്താഗതിയുമായി നടക്കുന്നവരാണ്. അവർ ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്, അതിന്റെ പരിസരത്തിലുണ്ട്. അത് വ്യാപകമാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപകടമാണ് പേടി. അള്ളാഹുവിന്റെ കൽപ്പനയാണ് പേടിക്കണമെന്ന്. ഒലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. മരണാനന്തര ജീവിതമുണ്ട് എന്നത് വിശ്വസിച്ച് ആ ജീവിതത്തിൽ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്നത് ഭയപ്പെട്ടുകൊണ്ട് ആരൊരുത്തൻ ജീവിക്കുന്നുണ്ടോ
ഫഖ്ശൗനി, എന്നെ നിങ്ങൾ ഭയപ്പെടുക. ഖുർആൻ പറയുന്നു അള്ളാനെ ഭയപ്പെടണം, നരകത്തെ ഭയപ്പെടണം, നരകത്തെ പേടി വേണം, നരകത്തിൽ കടന്നു പോകുമോ എന്ന് പേടി വേണം. അതേ സമയത്ത് ബാലൻസ് ശരിയാക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നല്ലാതെ ഭയം തന്നെ ഞങ്ങൾ വിട്ടുപോയി എന്ന രംഗത്തിലേക്ക് ഒരു മഖ്ലൂക്കും എത്തിയിട്ടില്ല. ഒരു